മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, ഈ മുഖം നിറയെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ്. ഹലോ ഗായ്സ്, മുതലാളിക്ക് വേണ്ടി മരിച്ചുപോയ ഉണ്ണിവാസിനെ തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാംസങ് A10 എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ ഡിസ്പ്ലേ മാറ്റാൻ വന്നതാണ്. പക്ഷേ ഡിസ്പ്ലേക്ക് ടച്ചോ ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിസ്പ്ലേ പോയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി നോക്കുമ്പോൾ ഡിസ്പ്ലേന്റെ അടിയിൽ നല്ല രീതിയിൽ ഫെവിക്വിക്ക് വെച്ചിട്ട് കസ്റ്റമർ ഒട്ടിച്ചിട്ടുണ്ട് ഡിസ്പ്ലേ. ആ ഫെവിക്വിക്ക് ഡിസ്പ്ലേന്റെ ഉള്ളിലോട്ട് കയറി പോയിട്ട് ഡാമേജ് ആയതാണ് ഡിസ്പ്ലേ എന്ന് മനസ്സിലായി. നമ്മൾ ഡിസ്പ്ലേ ഇളക്കി എടുക്കാൻ അത്യാവശ്യം നല്ല സമയമെടുത്തു. ഇതേപോലെ നല്ല രീതിയിൽ കട്ടിയായിട്ട് നമ്മുടെ ഫ്രെയിമിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫെവിക്വിക്ക് കയറി കിടന്നിട്ടുണ്ട്. നമ്മൾ കസ്റ്റമറെ വിളിച്ചിട്ട് നമുക്കത് ഒരു ഫ്രെയിം ചേഞ്ച് ചെയ്യേണ്ടിയിരുന്നു പറഞ്ഞു. പക്ഷേ കസ്റ്റമർ കയ്യിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞത് കാരണം കസ്റ്റമർ അത്യാവശ്യം ഏജ് ഉള്ള ഒരു കസ്റ്റമർ ആയിരുന്നു. ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഷീൽഡ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ഫെവിക്വിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിം ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്ത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ഫുൾ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കുറച്ച് ഗമ്മ കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇളകി പോകുന്ന കഴിഞ്ഞാൽ ഒരിക്കലും ഫെവിക്വിക്ക് പോലത്തെ ഗമ്മ ഉപയോഗിച്ച് ഒട്ടിക്കാതിരിക്കുക. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേയും കൂടി ഡാമേജ് ആയി പോകും. എന്തായാലും നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ടച്ചും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം പക്കായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.